ഹലോ ഗേൾസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ക്യാമ്പിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാമ്പിങ്ങിന് പോകാനായിട്ട് നമ്മൾ റെഡി ആവുകയാണ്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നല്ല വെയിൽ കൊള്ളും. സോ നമ്മൾ ക്ലിനിക്കിൻ്റെ SPF ആണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു പ്രൊഡക്റ്റാണ്. എൻ്റെ ഒരു സ്കിൻ ടോണിന് ഭയങ്കര മാച്ചിങ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഒരു ഡസ്കി സ്കിൻ ആണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വൈറ്റ് കാസ്റ്റ് ആയിട്ട് എടുത്ത് നിൽക്കും. പക്ഷേ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ഇച്ചിരി ഒരു വൈറ്റ് കാസ്റ്റ് തോന്നിയാലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല സപ്പിൾ ആൻഡ് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എനിക്കിത് നല്ലൊരു ആപ്റ്റായിട്ടുള്ള പ്രോഡക്റ്റാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡസ്കി സ്കിൻ ആയിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ വൈറ്റ് കാസ്റ്റ് ആയിട്ട് ഇത് എടുത്ത് കാണിക്കും. സോ അവർക്കിത് അത്ര നല്ലൊരു പ്രോഡക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെഫോറയുടെ പ്രൈമറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്രൈമർ വന്നിട്ട് ഭയങ്കര സ്കിന്നിന് നല്ല ഒരു ഹൈഡ്രേഷൻ കൊടുക്കുന്ന ഒരു പ്രൈമറാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ നല്ലോണം അപ്ലൈ ചെയ്യുവാണ്. കാരണം നമ്മൾ ചെറുതായിട്ട് ലൈറ്റായിട്ട് മേക്കപ്പ് കൊടുക്കുന്നുള്ളൂ എങ്കിലും നമ്മളത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ലൊരു പ്രൈമർ ഇടേണ്ട അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിലൊക്കെ കൊണ്ട് ക്യാമ്പിങ്ങും ട്രക്കിങ്ങും ഒക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഒന്നും ഇളകി പോകണ്ട, ഇരിക്കട്ടെ, നല്ലോണം സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിതേ ഇത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഒരിക്കലും നമ്മൾ പ്രൈമർ മിസ്സാക്കരുത്. അടുത്ത് നമ്മളിതേ സെഫോറയുടെ തന്നെ കൺസീലറാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കൺസീലർ വന്നിട്ട് കുറച്ചൊരു യെല്ലോ ടിൻ്റ് ലൈറ്റായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കാരണം ഇത് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് സർക്കിളൊക്കെ ഉള്ളപ്പോൾ കുറച്ചൊരു യെല്ലോ ഇതുള്ളത് നല്ലൊരു കൺസീലറാണ് ഏറ്റവും ബെറ്ററായിട്ട്. കാരണം ആ ഒരു ഡാർക്ക് സർക്കിളിനെ നല്ലോണം കട്ട് ചെയ്ത് പോകാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുള്ളാണ് കേട്ടോ. സോ നമ്മൾ ഈ കൺസീലർ നമ്മുടെ ഫേസിലെ ഡിസ്കളറേഷൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലോണം. അപ്പം എൻ്റെ നെറ്റിയിൽ കണ്ടോ ഒരു പാടുണ്ട്. സോ അവിടെ ഞാൻ കുറച്ച് കൺസീലർ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ സിമ്പിൾ മേക്കപ്പാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകണം. മാക്കിൻ്റെ കോമ്പാക്ട് പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. സ്വെറ്റിങ് ഇഷ്യൂസൊന്നും ഉണ്ടാകത്തില്ല, നല്ലോണം സെറ്റായിട്ടിരിക്കുക. അടുത്ത മാക്കിൻ്റെ പ്രൈമർ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഏത് ലിപ് ബാം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. ഇത് തന്നെ വേണമെന്നില്ല. പിന്നെ സെഫോറയുടെ നല്ലൊരു ലിപ് ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. ബ്ലാക്ക് ടോപ്പ് ആയതുകൊണ്ട് നല്ലൊരു റെഡ് കളർ നോക്കി ഞാൻ ഇട്ട് കൊടുക്കുവാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ്. പക്ഷേ ഇടുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബ്രൈറ്റായിട്ട് നിൽക്കുന്ന കളറാണ്. ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് 96 ആണ് ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഫിംഗേഴ്സ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എടുത്തിട്ട് കഴിഞ്ഞാൽ ഓവർ മേക്കപ്പ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ കുറച്ചിട്ടിട്ട് അത് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ലിപ്സിൽ ബ്ലെൻഡ് ചെയ്യുക. മിച്ചം വന്ന കളർ ഞാൻ ബ്ലഷ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ചീക്സിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കും, പോകത്തില്ല, നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ക്യാമറ എനിക്ക് പണി തന്നു. ക്യാമറയുടെ ബാറ്ററി ഓഫായി പോയായിരുന്നു. സോ ഞാൻ മൊബൈലിലാണ് ബാക്കി ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ഒരു ക്ലാരിറ്റി അറിയാനുണ്ടല്ലോ. മൊബൈലിൽ ഞാൻ ഫ്രണ്ട് ക്യാമറ ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ബാക്ക് ക്യാമറ ആണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ S23 അൾട്രയൊക്കെ നല്ല ക്ലാരിറ്റി ഉള്ള ഫോണാണ്. ഇനി അടുത്ത് നമ്മൾ ഐ മേക്കപ്പാണ്. കാജൽ എഴുതി കൊടുത്തു. ഇനി നമ്മൾ ബാഡ് ഗേൾ മസ്കാര ഇട്ട് കൊടുക്കുവാണ്. വളരെ സിമ്പിൾ ആൻഡ് ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഈ ഒരു വീഡിയോ 5 മിനിറ്റേ ഉള്ളൂ. ഏകദേശം ഒരു 6-7 മിനിറ്റും കൊണ്ട് ചെയ്ത മേക്കപ്പാണ്. ഇനി നമ്മൾ നല്ലൊരു പെർഫ്യൂമും അടിച്ചു കൊടുക്കുന്നു. നമ്മൾ റെഡിയായി. നല്ലൊരു ഫ്രാഗ്രൻസ് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഉന്മേഷമാണല്ലോ എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടതേ മുടി ടോങ്ങാണ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചൊരു കേളി, കുറച്ചൊരു മെസ്സി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സമയമില്ല, ഒന്നാമത് എല്ലാവരും ഭയങ്കര ധൃതി പിടിപ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വേറെ ഇടത്തുമല്ല പോകുന്നത്, ചെപ്പോഴാണ് പോകുന്നത്. എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്തത്. നമ്മൾ ഈ ഒരു കോസ്റ്റ്യൂം വന്നിട്ട് സ്റ്റുഡിയോയിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ചെപ്പുകൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ എന്ത് രസമാണെന്നറിയാം കാണാനായിട്ട്. എപ്പോൾ വന്നു കഴിഞ്ഞാലും വ്യൂ ആണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ ക്ലൗഡ് ബഡ്സൊക്കെ നിറയെ കാണും. ഇനി വൈകിട്ടാണ് വരുന്നതെങ്കിൽ ഇത് നല്ലൊരു ഈവനിങ് ആണ്. നല്ലൊരു സൂര്യാസ്തമയമൊക്കെ ഇവിടെ നിന്ന് കാണാം. ഇനി മഴയുള്ളപ്പോഴാണ് വരുന്നതെങ്കിൽ ഇവിടെ ഭയങ്കര മഞ്ഞായിരിക്കും. അപ്പോൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഈ ഒരു സ്ഥലത്തൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ്. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എപ്പോൾ വന്നു കഴിഞ്ഞാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്.
അതിനൊരു പ്രത്യേക എഫോർട്ട് നിബിച്ചേട്ടൻ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നിബിച്ചേട്ടൻ ഇപ്പം തന്നെ എപ്പോഴും തന്നെ ഇവിടെ എന്ത് വേസ്റ്റ് വീണ് കഴിഞ്ഞാലും അതൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നിബിച്ചേട്ടൻ്റെ പ്രോപ്പർട്ടി ഇവിടെ തൊട്ടടുത്താട്ടോ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എന്താ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഒരുപാട് ഫോട്ടോഷൂട്ട്സൊക്കെ ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സൗന്ദര്യമാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ. ഒന്നും പറയാനില്ല. അപ്പോൾ നല്ലൊരു അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂം വന്നിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അധികം ഒരു കോസ്റ്റ്ലി ഒന്നും ആയിട്ടില്ല, പക്ഷേ കറക്റ്റ് വില ഞാൻ ഓർക്കുന്നില്ല. എന്താണേലും അടുത്ത സുതിയോടെ കുറച്ച് കളക്ഷനായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഇട്ടേക്കാം കേട്ടോ. എനിക്ക് ഈ ഒരു മോഡൽ ടോപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഫാഷനാണിത്. അപ്പോൾ ഈയിടെ സുതിയോയിൽ വന്ന എല്ലാ കളക്ഷനും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാരി എടുക്കാൻ തോന്നും. അതുപോലെ എല്ലാം തന്നെ നല്ലതായിരുന്നു. ഒന്നിനൊന്നും ബെറ്റർ ആയിട്ടുള്ള ടോപ്സ് ആയിരുന്നു. അപ്പോൾ എനിവേ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.